മാന്ത്രികനായ മാൻഡ്രിക് ഈ ഒരു ക്യാറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ വന്ന ആരാന്നാ മാൻഡ്രിക് മാജിക്കാരൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തിളച്ച ചായ ഒറ്റ വലിക്ക് കുടിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഡോക്ടർ സ്റ്റേജിനും ഡോക്ടർ ഓഫ് ഫേറ്റിനും മുമ്പേ കോമിക്സിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് മജീഷ്യൻ തന്നെയാണ് മാൻഡ്രിക് ദ മജീഷ്യൻ. ഈ ഒരു ക്യാറ്റിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇതിനെപ്പറ്റി കമന്റ് ആയി ചോദിച്ചിരുന്നതും. 90s കിഡ്സിന്റെയും എയർലി 2K കിഡ്സിന്റെ ഫേവറേറ്റ് കാർട്ടൂൺ സീരീസ് ആയിട്ടുണ്ടായിരുന്ന അമൃത ടിവിയിലൂടെ മലയാളത്തിൽ സ്ട്രീം ചെയ്തിരുന്ന ഡിഫൻഡേഴ്സ് ഓഫ് എർത്ത് എന്ന ആനിമേറ്റഡ് സീരീസിലൂടെയാണ് ഞാൻ ആദ്യമായി മാൻഡ്രിക്കിനെ കാണുന്നത്. അതുപോലെ തന്നെ മാൻഡ്രിക്കിന്റെ കഥകൾ റീഗൽ കോമിക്സ് മലയാളത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഒരു തരത്തിൽ വേൾഡിലെ ഫസ്റ്റ് സൂപ്പർ ഹീറോ തന്നെയാണ് മാൻഡ്രിക്. സൂപ്പർ ഹീറോ എന്ന ടൈറ്റിൽ വരുന്നതിന് മുമ്പേ സൂപ്പർ ഹീറോ ആയി ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ തന്നെയാണ് മാൻഡ്രിക് ദ മജീഷ്യൻ. ഫസ്റ്റ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള ബാറ്റ്മാൻ 1939 ക്രിയേറ്റ് ആകുന്നതിനും 5 വർഷങ്ങൾക്ക് മുമ്പ് 1934 ക്രിയേറ്റ് ആയിട്ടുള്ള ക്രൈം ഫൈറ്റുകൾ ചെയ്യുന്ന ഒരു പവർഫുൾ സോഴ്സർ ആയിട്ട് തന്നെയാണ് മാൻഡ്രിക് ദ മജീഷ്യനെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സൂപ്പർ ഹീറോസിനെ പോലെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒറിജിൻ ഒന്നുമല്ല. ആക്ച്വലി മാൻഡ്രിക് എന്ന ക്യാരക്ടർ ജനിക്കുന്നത് തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള മജീഷ്യൻ ഫാമിലിയിൽ നിന്നുമാണ്. കുട്ടിക്കാലം മുതലേ വളരെയധികം കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങൾ ലഭിക്കുന്ന മാൻഡ്രിക് അവരുടെ വംശത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് മജീഷ്യനായി മാറുകയാണ്. ആദ്യകാലങ്ങളിൽ മാൻഡ്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഹിപ്നോട്ടിസം പോലെ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മാജിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്രൈം ഫൈറ്റുകൾ നടത്തുന്ന ഒരു മജീഷ്യൻ ആയിട്ടാണ് കാണിച്ചിരുന്നെങ്കിൽ കോമിക്സിന്റെ ഗോൾഡൻ എറയിലൊക്കെ എത്തിയപ്പോൾ മാൻഡ്രിക് ഒരു പ്യുവർ സൂപ്പർ നാച്ചുറൽ ബീയിങ് ആയി മാറുകയായിരുന്നു. കുട്ടിക്കാലം മുതലേ മാൻഡ്രിക്കിനോടൊപ്പം മാജിക്കുകൾ പഠിക്കുന്ന മാൻഡ്രിക്കിന്റെ സ്റ്റെപ്പ് ബ്രദർ തന്നെയാണ് പിന്നീട് മാൻഡ്രിക്കിന്റെ ആർച്ച് എനിമിയായി മാറുന്നതും. ഇനി ഈ ഒരു ക്യാറ്റിന്റെ പവർ ലെവൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ സ്റ്റേജും ഡോക്ടർ ഫേറ്റും കൈകാര്യം ചെയ്യുന്ന എല്ലാ മാജിക്കുകളും അനായാസം തന്നെ ഈ ഒരു ക്യാരക്ടറിനും കൈകാര്യം ചെയ്യാം. മാൻഡ്രിക്കിനോടൊപ്പം തന്നെ എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു ക്യാരക്ടറാണ് മാൻഡ്രിക്കിന്റെ ഫ്രണ്ടും സൈഡ് കിക്കുമായിട്ടുള്ള ലോതർ. ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ മാൻഡ്രിക്, ഫാൻഡം, ലൂതർ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചേർത്തുകൊണ്ട് ഡിഫൻഡേഴ്സ് ഓഫ് എർത്ത് എന്നൊരു സൂപ്പർ ഹീറോ ടീമും കോമിക്സ് എക്സിസ്റ്റഡ് ആണ്.